അവള് ഭർത്താവിനോട് സത്യങ്ങൾ തുറന്നു പറയാൻ പുറപ്പെട്ടിരിക്കുന്നു. ഇവളെ പണ്ടേ ജീവനോടെ പോകാൻ അനുവദിച്ചത് തെറ്റായി പോയിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഒരു കുപ്പി വെള്ളം എടുത്തേ. മാഡം പിടിക്കടാ. ഡി എഴുന്നേക്കടി, മതി ഉറങ്ങിയത്. ഡി ഞാനിത് എവിടെയാ? ഋതിക മോളെ എവിടെ? അവളുടെ വിവാഹം, എന്റെ മോള്. ഇവക്ക് ബോധം ശരിക്കും വന്നില്ലെന്ന് തോന്നണം. ഡോസ് കുറച്ച് കൂടിപ്പോയി മാഡം, അതിന്റെ. ഡി എണീക്കടി. ഡി എന്നെ നോക്കാൻ. എന്നെ എന്തിനാ കെട്ടിയിട്ടിരിക്കുന്നെ? അഴിച്ചുവിട്, എന്നെ അഴിച്ചുവിട്. അഴിച്ചുവിട്ടിട്ട് എന്തിനാ? നിനക്ക് പ്രതാപനെ ചെന്ന് കണ്ട് സംസാരിക്കാനാണോ? ഡി നിന്റെ മനസ്സിലുള്ളതൊക്കെ അവനോട് തുറന്നു പറയാനാണോ? ഈ അംബിക ഇവിടെ ജീവനോടെ ഉള്ളപ്പോ എന്നെ മറികടന്ന് എന്റെ അനിയന്റെ അടുത്ത് നിനക്ക് എത്താമെന്ന് നീ വിചാരിച്ചോ? നിങ്ങളുടെ അനിയനോ? അദ്ദേഹം അങ്ങനെ നിങ്ങളുടെ അനിയനാണെന്നുള്ള എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് അത്ര ക്രൂരമായിട്ട് പെരുമാറുമായിരുന്നു. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? എന്റെ മകൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്തു? ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിച്ച സ്വത്തുക്കളുടെ അവകാശി ആദ്യം നീ ആയിരുന്നില്ലേ? അതാ നീ ചെയ്ത തെറ്റ്. ഇപ്പൊ എല്ലാത്തിനും അവകാശി നിന്റെ മകളാ. അത് തന്നെയാ അവള് ചെയ്ത തെറ്റ്. ഇങ്ങനെ സ്വത്തിനും പണത്തിനും വേണ്ടി ഭ്രാന്ത് കാണിക്കുന്ന ആരെയും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്വത്തും പണമാണ് ഈ ലോകത്ത് വലുത്. എന്തൊക്കെ കെട്ടി പടുത്തുയർത്തിയാലും നിങ്ങൾ ചെയ്തതിനൊക്കെ അവസാന കാലത്ത് നിങ്ങൾക്ക് ഗതി ഉണ്ടാകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ അങ്ങനെ അംബികയുടെ അവസാന കാലം ഓർമ്മിപ്പിച്ച് അംബികയുടെ മനസ്സ് തളർത്താന്ന് കരുതണ്ട.